ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട്? സുഖല്ലേ? അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ചിപ്സിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ചിപ്സിൻ്റെ റെസിപ്പി ഞാൻ മുൻപ് ചെയ്തിട്ടുണ്ട്, പക്ഷേ ചിപ്സ് രണ്ട് ഐറ്റം ഉണ്ട്. ഒന്ന് സാധാരണ നമ്മുടെ ചിപ്സും പിന്നെ ഒരു മധുരമുള്ള ഒരു ഐറ്റം ചിപ്സും ഉണ്ടല്ലോ, അതെല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് സ്വീറ്റ് ബനാന ചിപ്സാണ്. ഈ വീഡിയോ എല്ലാവരും കണ്ടു നോക്കൂട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ വരുന്ന റെഡ് കളറിലുള്ള ഈ സബ്സ്ക്രൈബ് ബട്ടൺ കണ്ടില്ലേ, അതൊന്ന് പ്രസ് ചെയ്യണേ. അപ്പോൾ ഇതുപോലെ ഒരു ബെല്ലൈക്കൺ വരും. ആ ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ 3 ഓപ്ഷൻ വരും. ഇതിൽ ഓൾ എന്ന ഓപ്ഷനും കൂടെ ഒന്ന് സെലക്ട് ചെയ്ത് വെക്കുക. അപ്പോൾ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ ഉടനെ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതാണ്. ഇതിനായിട്ട് ഞാൻ 3 പഴം എടുത്തിട്ടുണ്ട്. ഇത് നല്ല പോലെ പഴുത്ത പഴമല്ല, എന്നാൽ പച്ചയുമല്ല, ചെറുതായിട്ട് മധുരമൊക്കെ വെച്ച് തുടങ്ങിയ ഒരു പഴമാണ്. ഇനി നമ്മൾ ഇതിൻ്റെ 3ൻ്റെയും തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുത്തിട്ട് ഇതിനൊന്ന് സ്ലൈസ് ചെയ്യണം. ഇപ്പോൾ 3 പഴത്തിനെയും ഞാൻ തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേറൊരു ബൗളിൽ ഒരല്പം വെള്ളം എടുക്കുക. എന്നിട്ട് ഇതിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടിയും ഉപ്പും ഒന്ന് കലക്കി വെക്കാം. ഇനി നമുക്കിത് ഫ്രൈ ചെയ്യാൻ ആവശ്യമായ വെളിച്ചെണ്ണ ചൂടാക്കാം. വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്യുമ്പോഴാണ് ടേസ്റ്റ്, അല്ലെങ്കിൽ നമുക്ക് ഓയിലൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. എണ്ണ നന്നായിട്ട് ചൂടായതിനു ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പഴം ഇതിലേക്ക് സ്ലൈസ് ചെയ്ത് ഇട്ട് കൊടുക്കാം. ഇങ്ങനെ അല്ലാതെ നിങ്ങൾക്ക് കത്തി ഉപയോഗിച്ചിട്ട് കട്ട് ചെയ്തിട്ടും ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഒരു പഴത്തിന് ഞാൻ സ്ലൈസ് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒട്ടിപ്പിടിച്ചതുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് അടർത്തി കൊടുക്കുക. എല്ലാം കൂടെ ഒരുമിച്ച് ഇട്ട് കഴിഞ്ഞാൽ നന്നായിട്ട് ഒട്ടിപ്പിടിക്കും. അതുകൊണ്ട് കുറേശ്ശെ ആയിട്ട് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇനി നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത വെള്ളം ഉണ്ടല്ലോ, അത് ഇതിലേക്ക് കുറേശ്ശെ ആയിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിനെ മീഡിയം ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. പിന്നെ നല്ല പോലെ ക്രിസ്പി ആയതിനു ശേഷം എണ്ണയിൽ നിന്നും കോരാൻ നിൽക്കണ്ട. ഏകദേശം ഒന്ന് കളറ് മാറി തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം. അപ്പോൾ ഇതിനെ എണ്ണയിൽ നിന്നും കോരി മാറ്റണം. നന്നായിട്ട് ക്രിസ്പി ആവാൻ നിന്നാൽ ഇത് കരിഞ്ഞു പോവും. ഇത് നമ്മൾ എണ്ണയിൽ നിന്നും കോരിയെടുക്കുമ്പോൾ നന്നായിട്ട് ക്രിസ്പി ആവാത്ത പോലെ ഉണ്ടാവും. പക്ഷെ ഇത് നമ്മൾ കോരിയെടുത്തതിന് ശേഷം ചൂടൊക്കെ പോയി കഴിഞ്ഞാൽ നല്ല പോലെ ക്രിസ്പി ആയിട്ട് അങ്ങ് വരും. ഇപ്പോൾ ഒരു പഴത്തിനെ ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ തന്നെ ബാക്കിയുള്ള 2 പഴം കൂടെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ ഇപ്പോൾ നമ്മുടെ സ്വീറ്റ് ബനാന ചിപ്സ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വളരെ ടേസ്റ്റിയാണ്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അതുപോലെ തന്നെ വീട്ടിലും തയ്യാറാക്കിയെടുക്കാം. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടല്ലോ അല്ലേ? ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ മടിക്കാതെ ഡിസ്ലൈക്ക് അടിച്ചോളൂ. അതുപോലെ എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.
മാത്രമല്ല ചാനലിലെ പുതിയ അപ്ഡേഷനുകൾ ഉടനെ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കാനും വേണ്ടി തുടർന്ന് വരുന്ന ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ അതിൽ 3 ഓപ്ഷൻ വരും. അതിൽ ഓൾ എന്ന ഓപ്ഷനും കൂടി ഒന്ന് സെലക്ട് ചെയ്ത് വെക്കുക. എന്നാൽ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ ഉടനെ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വീണ്ടും ഒരു പുതിയ റെസിപ്പിയുമായിട്ട് കാണാം. താങ്ക്